പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് തോൽവി മാത്രമല്ലെന്നും അടിത്തറ ഒലിച്ചുപോയതാണെന്നും CPM വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് വിലയിരുത്തൽ. BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയെന്നും CPM തുറന്ന് സമ്മതിക്കുന്നു. വെറുമൊരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല ഉണ്ടായതെന്നും പാർട്ടി അടിത്തറ തന്നെ കുത്തിയൊലിച്ചു പോകുന്ന പരാജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതെന്നുമാണ് CPMന്റെ വിലയിരുത്തൽ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായത് വലിയ വോട്ട് ചോർച്ചയാണ്. BJPക്ക് ഒട്ടും വളർച്ചയില്ലാത്ത പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ അളവിൽ വോട്ട് BJPയിലേക്ക് പോയി. BJPക്ക് ബൂത്ത് ഏജന്റുമാരില്ലാതിരുന്ന ബൂത്തുകളിലും അവർക്ക് മേൽക്കൈയുണ്ടായി. BJPയുടെ പ്രവർത്തനം കൊണ്ട് ലഭിച്ച വോട്ടുകളല്ല ഇതെന്നും ഒന്നും ചെയ്യാതെ പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോകുകയായിരുന്നുവെന്നുമാണ് ഞെട്ടലോടെ CPM തിരിച്ചറിയുന്നത്. സംസ്ഥാന സമിതിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തുന്ന റിപ്പോർട്ടിംഗിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് BJPയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരത്താണ് BJPയുടെ വളർച്ച ഏറ്റവും അപകടകരമായി CPM കാണുന്നത്. നഗരസഭാ ഭരണം BJP പിടിച്ചെടുക്കുന്നത് തടയാൻ വലിയ പരിശ്രമം വേണ്ടിവരുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും അഭിപ്രായം. നഗരഭരണത്തിനും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ വലിയ വികാരം ജനങ്ങളിലുണ്ടെന്ന യാഥാർത്ഥ്യവും പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നു. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെട്ടിരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ അസാധാരണ മുന്നേറ്റവും CPMനെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.